السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇമാം അൽ ബുഖാരി റഹിമഹുള്ളയുടെ അൽ അദബുൽ മുഫ്രദ് എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നാം വായിക്കുന്ന അടുത്ത ബാബു അൽ മാലി സ്വാലിഹി ലിൽ മർഇ സ്വാലിഹ്. സാലിഹായിട്ടുള്ള സമ്പത്ത് അഥവാ ഹലാലും ത്വയ്യിബുമായിട്ടുള്ള സമ്പത്ത് അത് സാലിഹായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാവുക എന്നുള്ളത്, അതായത് നല്ല അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന സമ്പത്തിന്റെ ഹക്കുകൾ സക്കാത്തും അതുപോലെ തന്നെ അവൻ നിർബന്ധമായി ചിലവഴിക്കേണ്ട ചിലവഴിക്കലുകളെല്ലാം നിർവഹിക്കുന്ന അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഹലാലായ സമ്പാദ്യം ഉണ്ടാവുക എന്നുള്ളത് നല്ലതാണ് എന്ന് അറിയിക്കുന്ന ഹദീസാണ് ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ദുനിയാവിനോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ സമ്പത്തിനോടുള്ള ഇഷ്ടം, അതിനോട് അതിയായ താല്പര്യം, ഇതെല്ലാം ദമ്മ് ചെയ്തിട്ടുള്ള, അതെല്ലാം ഒരു വില കുറഞ്ഞ കാര്യമായിട്ടാണ് ഖുർആനിലും ഹദീസിലും എല്ലാം പറഞ്ഞിട്ടുള്ളത്. ഖുർആനിലോ ഹദീസിലോ സമ്പത്തിനോട് ഇഷ്ടമുള്ള ആളുകളെ പുകഴ്ത്തി പറയുകയോ അല്ലെങ്കിൽ ധാരാളം സമ്പത്തുള്ള ആളുകളെ പ്രത്യേകം സ്ഥാനമുണ്ടെന്ന് പറയുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഖൽബിൽ ഇതിനോടെല്ലാം തഅല്ലുഖ് ഉണ്ടാവുക എന്നുള്ളത് നല്ലൊരു കാര്യമല്ല. ദുനിയാവിനോടും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള വസ്തുക്കളോടും സമ്പത്തിനോടെല്ലാം ഖൽബ് ബന്ധപ്പെട്ട് കിടക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമല്ല. അതേസമയം ഒരാൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന സ്വാലിഹായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവന് ഹലാലായ രീതിയിൽ എത്രയും സമ്പാദിക്കാം. ആ സമ്പാദ്യം ഉണ്ടാവുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ബാബിലെ ഹദീസ് അൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഖാല. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വളരെ നല്ലൊരു പോരാളിയാണ്. യുദ്ധം ചെയ്യുന്നതിൽ വളരെയധികം മുന്നിട്ട് നിന്നിരുന്ന സഹാബിയാണ്. അവിടുന്ന് പറയാണ്, സഹാബി പറയാണ്, ബഅസ ഇലയ്യ അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുക്കലേക്ക് ഒരാളെ പറഞ്ഞു വിട്ടു. ഫഅമറനി അൻ ആഖുദ അലയ്യ സിയാബി വസിലാഹി. എന്നോട് കൽപ്പിക്കുകയും ചെയ്തു, ഞാൻ വരുമ്പോൾ എൻ്റെ വസ്ത്രം അഥവാ യുദ്ധത്തിനോ പോരാട്ടത്തിനോ പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രവും അതുപോലെ ആയുധമായിട്ടുള്ള വാളുമെല്ലാം എടുക്കണം എന്ന് പറയുകയും ചെയ്തു. സുമ്മ ആതിയ. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തി, ആള് വന്നു. ഫഫഅൽതു. അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു. ഇയാൾ വന്ന് പറഞ്ഞപ്പോൾ, ഒരു ദൂതൻ വന്ന് പറഞ്ഞപ്പോൾ അതുപോലെ ചെയ്തുകൊണ്ട് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു വന്നു. ഫഅതൈതുഹു വഹുവ യതവദ്ദഉ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുത്തുകൊണ്ടിരിക്കുകയാണ്, വുദു എടുക്കുകയാണ്. ഫസഅദ ഇലയ്യ അൽബസറു ثم തഅ. അങ്ങനെ വുദു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കുകയും പിന്നെ മുഖത്ത് താഴ്ത്തുകയും തല താഴ്ത്തുകയും വുദു എടുക്കുകയും ചെയ്തു. ثم قال. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അംർ, ഹേ അംർ, ഇന്നി ഉരീദു അൻ ഉബ്ഇസക അലാ ജയ്ശിൻ ഫയുഗ്നിമക അല്ലാഹ്. ഞാൻ ഉദ്ദേശിക്കുന്നു നിന്നെ ഒരു സൈന്യത്തിൽ നിയോഗിക്കാൻ, അയക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യുദ്ധം ജയിക്കുമ്പോൾ അതിന്റെ ഗനീമത്ത് സ്വത്ത് നിനക്ക് നൽകുന്നതാണ് എന്ന് പറഞ്ഞു. അതായത് പിന്നെ യുദ്ധം നമുക്കറിയാം, മുസ്ലിമീങ്ങൾ മുശ്രിക്കുകളുമായി കുഫാറുകളുമായി യുദ്ധം ചെയ്യുമ്പോൾ ആ യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ ജയിക്കുന്ന സമയത്ത് ഗനീമത്ത് സ്വത്ത് ലഭിക്കും. അതിനെ കൃത്യമായി വീതിച്ച് യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക്, അത് കാലാളുകൾ നടന്നുകൊണ്ട് വാഹനമില്ലാതെ ആണെങ്കിൽ അവർക്കൊരു വിഹിതം, കുതിരപ്പുറത്തുള്ളവർക്കൊരു വിഹിതം, ഒട്ടകമാണെങ്കിൽ ഒരു വിഹിതം, അങ്ങനെ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് വീതിച്ചു നൽകും. അപ്പൊ അങ്ങനെ നിനക്ക് ഗനീമത്ത് സ്വത്ത് ലഭിക്കുകയും ചെയ്യും, നിന്നെ ഞാൻ ഒരു യുദ്ധത്തിൽ നിയോഗിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
വഅർഗബു ലക റഗ്ബതൻ മിനൽ മാലി സാലിഹതൻ, നിനക്ക് ഞാൻ ആഗ്രഹിക്കുന്നു നിനക്ക് പിന്നെ ഈ സമ്പത്ത് സാലിഹായിട്ടുള്ള യുദ്ധത്തിൽ കിട്ടുന്ന സമ്പത്ത് ഹലാലാണ്. ആ ഗനീമത്ത് സ്വത്ത് ചിലപ്പോ പിന്നെ നല്ല സമ്പത്തുള്ള കുഫാറുകളോ അതുപോലെയുള്ള നാടുകളോ ആണെങ്കിൽ വലിയ ഗനീമത്ത് സ്വത്ത് ലഭിക്കും. ഇപ്പോ കിസ്ര, കൈസർ, പേർഷ്യൻ അവരുടെയൊക്കെ കീഴടക്കുന്ന സമയത്ത് ധാരാളം വിലപിടിപ്പുള്ള പവിഴവും മുത്തുകളും അതുപോലെ പല കാര്യങ്ങളും ലഭിക്കാറുണ്ടായിരുന്നു. അപ്പൊ നിനക്ക് അങ്ങനെ നല്ല ഒരു സ്വത്ത് ലഭിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു, ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നി ലം ഉസ്ലിം റഗ്ബതൻ ഫിൽ മാൽ, ഞാൻ ഇസ്ലാം സ്വീകരിച്ചത്, മുസ്ലിമായത് സമ്പത്തിനോടുള്ള ആഗ്രഹം കൊണ്ടല്ല, എനിക്ക് യുദ്ധത്തിൽ പങ്കെടുത്താൽ ഇതുപോലെ ഗനീമത്ത് സ്വത്ത് ലഭിക്കുമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നേടുമെന്നോ ആഗ്രഹിച്ചിട്ടല്ല, സമ്പത്തിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഞാൻ ഇസ്ലാം സ്വീകരിച്ചത്. ഇന്നമാ അസ്ലംതു റഗ്ബതൻ ഫിൽ ഇസ്ലാമി ഫഅകൂന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് ഇസ്ലാമിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒപ്പമാകാനാണ്, ദുനിയാവിലും സ്വർഗത്തിലുമല്ല റസൂലുള്ളാഹിന്റെ ഒപ്പമാകാനാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് എന്ന് പറഞ്ഞു. അപ്പോ ദുനിയാവ് ലഭിക്കും എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചപ്പോൾ ആ സഹാബി തിരുത്തി പറയാം, ഞാനത് ആഗ്രഹിച്ചിട്ടല്ല ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്, മുസ്ലിമായി ജീവിക്കുന്നതല്ല. ഒരു മുസ്ലിമിന്റെ നിലപാട് അങ്ങനെ ആയിരിക്കണം. എന്തായിരിക്കണം? അവൻ ദീന് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടോ ദുനിയവിയായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന, അത് നേടണം എന്ന് കൊതിക്കുന്ന, അല്ലെങ്കിൽ അതുമായിട്ട് കൽബ് ബന്ധപ്പെട്ട് കിടക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിഅമൽ മാലു സ്സാലിഹ് ലിൽ മർഇ സ്സാലിഹ്, സാലിഹായിട്ടുള്ള ഒരു വ്യക്തിക്ക്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന നല്ലൊരു വ്യക്തിക്ക് സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അവന് നല്ലൊരു സമ്പത്ത് ഉണ്ടാവുക, അവന് നല്ല കച്ചവടമാവട്ടെ, നല്ല വരുമാനമാവട്ടെ, നല്ല കൃഷിയാവട്ടെ, നല്ല ആടുമാടുകളാവട്ടെ, ഇതെല്ലാം ഉണ്ടാവുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അവൻ അതിനോടുള്ള ഹക്കുകൾ വീട്ടി കൊടുക്കുന്ന അവസ്ഥയിൽ അതുണ്ടാവുക എന്നുള്ളത് നല്ല കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിയോട് പറയുകയുണ്ടായി. അപ്പോ പിന്നെ സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും ഒരു മോശമായിട്ടുള്ള കാര്യമല്ല. കാരണം ഒരാൾക്ക് സമ്പത്ത് ഉണ്ടാവുമ്പോഴാണ് പല രീതിയിൽ, ഇപ്പോൾ ഇസ്ലാമിനെ തന്നെ സഹായിക്കാൻ, ദീന് പഠിക്കുന്ന ആളുകൾക്ക് സൗകര്യമൊരുക്കാൻ, മസ്ജിദുകൾ ഉണ്ടാക്കാൻ, അയാൾക്ക് തന്നെ ഹജ്ജും ഉംറയും അതുപോലെയുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ എല്ലാം സമ്പത്ത് ആവശ്യമാണ്. പക്ഷേ അതിനോട് കൽബ് തഅല്ലുഖാകാത്ത രീതിയിൽ ഒരാൾക്ക് അതിനോടുള്ള ഹക്ക് വീട്ടുന്ന രീതിയിൽ ഒരാൾക്ക് സ്വാലിഹായ നല്ല ഹലാലായിട്ടുള്ള സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഇതിലൂടെ അറിയിക്കുകയാണ്. അപ്പൊ സമ്പത്ത് കൊണ്ട് ദുനിയാവും പരലോകം നേടിയെടുക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുക. അപ്പൊ നല്ല ഹലാലായ സമ്പത്ത് നല്ലൊരു കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അടുത്ത ഹദീസ്, عن عبيد الله بن محسن الأنساري عن أبيه عن النبي صلى الله عليه وسلم قال: من أصبح آمنا في سربه معافا في جسده عنده طعام يومه فكأنما حيزت له الدنيا. വളരെ അർത്ഥവത്തായിട്ടുള്ള, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. പലപ്പോഴും ദുനിയാവിൽ മറ്റുള്ള ആളുകൾ അവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ, അവരുടെ സുഖ സൗകര്യങ്ങൾ, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മനുഷ്യരെന്ന നിലക്ക് ആഗ്രഹങ്ങളും അത് ലഭിക്കുന്നില്ലല്ലോ എന്ന് വരെ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾക്ക് ദുനിയാവ് മൊത്തം ലഭിച്ച അവസ്ഥയിലാണ് ഒരാൾ എന്ന് പറയുന്ന ഒരു ഹദീസാണത്. ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അസ്ബഹ ആമിനൻ ഫീ സിർബിഹി. മൻ അസ്ബഹ, ആരാണോ രാവിലെയാകുന്നത്, പ്രഭാതത്തിലാകുന്നത്, പിന്നെ അവൻ രാവിലെ എഴുന്നേൽക്കുന്നത്, ആമിനൻ ഫീ സിർബിഹി. ആമിനൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വത്തോടുകൂടി, അവന് ശത്രുവിനെ തൊട്ട് ഭയമില്ലാതെ, വേറൊരു കുഴപ്പവുമില്ലാതെ നിർഭയത്വത്തോടുകൂടി അവൻ എഴുന്നേൽക്കുകയാണ്. ഫീ സിർബിഹി. ഫീ സിർബിഹി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ മൊത്തം, അവന്റെ സ്വന്തത്തിൽ, അവന്റെ കുടുംബത്തിൽ, അവന്റെ സമ്പത്തിൽ, അങ്ങനെ ഒന്നിലും തന്നെ അവന് പേടിക്കേണ്ട ആവശ്യമില്ലാതെ അവന്റെ എല്ലാ ഖൈറായിട്ടുള്ള മേഖലകളിലും നിർഭയത്വത്തോടു കൂടി അവൻ പ്രഭാതത്തിലാവുകയാണ് എങ്കിൽ, ശരിക്ക് ഈ
അമ്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിർഭയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു അനുഗ്രഹമാണ്, വളരെ വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയും, ഇപ്പോൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളായിട്ടുള്ള നമുക്ക് പല നാടുകളിൽ അറിയാം. ഇപ്പോൾ ഫിലിസ്തീൻ പോലെയുള്ള നാടുകളിൽ അവർ എപ്പോൾ വേണമെങ്കിലും അവർ മരണപ്പെടാം, എപ്പോൾ വേണമെങ്കിലും അവരുടെ നേരെ ഒരു വെടിയുണ്ട വരാം, എപ്പോൾ വേണമെങ്കിലും ഈ കെട്ടിടങ്ങൾ വല്ല ബോംബിട്ട് തകർന്നു വീഴാം. അങ്ങനെ ഒരു ദിവസം രാത്രി നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങണ ആലോചിച്ച് നോക്കി. നമ്മുടെ വീട്ടിൽ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഏത് സമയം വേണമെങ്കിലും ഉണ്ടാകാം. നമ്മുടെ ഇന്നലെ ഉണ്ടായിരുന്നവർ ഇന്ന് രാവിലെ ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങണ ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു അവസ്ഥയിൽ രാവിലെ എഴുന്നേൽക്കുന്ന ആലോചിച്ച് നോക്കി. നമ്മുടെ കച്ചവടത്തിലോ ജോലിയിലോ കുടുംബത്തിലോ ഒന്നിന്റെ മേലെയും നിർഭയത്വമില്ല. എല്ലാം എപ്പോൾ വളരെ നഷ്ടപ്പെടാവുന്ന അവസ്ഥ. ഇനി പോട്ടെ, നമ്മുടെ നാടുകളിൽ തന്നെ, നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിലും നമ്മുടെ അടുത്ത സ്ഥലങ്ങളിലുമെല്ലാം തന്നെ മുസ്ലിം ആയതിന്റെ പേരിൽ, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നതിന്റെ പേരിൽ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ നേരിടേണ്ടി വരുന്നവരുണ്ട്. ഇപ്പൊ നമ്മുടെ അടുത്ത നാടുകളിൽ പോലും മുസ്ലിമീങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, നമ്മുടെ സുഹൃത്ത് പറഞ്ഞത് കേൾക്കാം, പിന്നെ മംഗലാപുരം ഭാഗത്തൊക്കെ ഉള്ള ഒരു സംസാരങ്ങളിലെ ചില സുഹൃത്തുക്കൾ, അവർക്ക് പേടിയാണ്. രാവിലെ ഫജ്റിന് പോകുമ്പോൾ വീട്ടിൽ ഭാര്യയും കുട്ടികളെയും ആക്കി പോകാൻ പേടിയാകുന്ന അവസ്ഥയിൽ വരെ പല പ്രശ്നങ്ങളും ഭയപ്പാടോടുകൂടി ജീവിക്കുന്ന ആളുകളെ കാണാം. അപ്പോൾ നിർഭയത്വം എന്നുള്ളത്, അമ്ന് എന്നുള്ളത്, നമുക്ക് ഒരു ഭയമില്ലാതെ നമ്മുടെ രാവിലെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിലും സമ്പത്തും കച്ചവടവും അതുപോലൊക്കെ അതൊരു വിധ പേടിയും പേടിക്കേണ്ടതില്ലാത്ത വിധത്തിൽ ശത്രുവിന്റെ ഉപദ്രവങ്ങളോ ഒന്നും ഭയപ്പെടേണ്ടതില്ലാത്ത അവസ്ഥയിൽ നമുക്ക് എഴുന്നേൽക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ വലിയ ഞാമത്താണ്. അപ്പൊ അങ്ങനെ ഒരാൾ എഴുന്നേൽക്കുകയാണ്. രണ്ടാമത്തേത് പറഞ്ഞു മുആഫൻ ഫീ ജസദിഹി, അവന്റെ ശരീരത്തിൽ ആഫിയത്തോടു കൂടിയിട്ട്, ആരോഗ്യത്തോടു കൂടി, അവന് രോഗമില്ല, അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള രോഗങ്ങളില്ല, അവൻ സഹീഹായിക്കൊണ്ട് നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ അവൻ രാവിലെ എഴുന്നേൽക്കാൻ. യഥാർത്ഥത്തിൽ ഈ മുആഫൻ ഫീ ജസ്ദിഹി എന്ന് പറയുമ്പോൾ രോഗം വന്നു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന ധാരാളം പ്രതിഫലങ്ങളൊക്കെ ഉണ്ട്. ഒരു രോഗിയായ അവസ്ഥയിൽ ഒരാൾക്ക് ലഭിക്കുന്ന ധാരാളം അനുഗ്രഹങ്ങളുണ്ട്, ധാരാളം നേട്ടങ്ങളുണ്ട്. അതിൽ ക്ഷമിക്കുന്നതിലൂടെ അവന് ലഭിക്കുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരിക്കലും എന്തിന് പ്രേരകമാകരുത്, രോഗം വരാൻ ആഗ്രഹിക്കുന്ന അവസ്ഥയിലാകാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു. രാവിലെയും വൈകുന്നേരത്തെയും ദുആകളിൽ കാണാം, അല്ലാഹുമ്മ യസ്അലുക അൽ ആഫിയത ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും പരലോകത്തിലും പിന്നെ ആഫിയത്ത് ചോദിക്കുന്നു എന്നുള്ളത്. അതുപോലെ ഒരു മനുഷ്യൻ ദുനിയാവിൽ നൽകപ്പെടുന്നതിൽ വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ് യഖീനും ആഫിയത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാം. ഒരിക്കൽ ഒരു സഹാബി രോഗിയായി കിടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കാൻ പോയി. അയാൾ ശോഷിച്ചു പോയൊരവസ്ഥയിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപ്പോൾ ആ വ്യക്തിയോട് ചോദിച്ചു, ഹൽ കുൻത തദ്ഉ ബിശൈഇൻ ഔ തസ്അലുഹു ഇയ്യാ, നീ എന്തെങ്കിലും അള്ളാഹുവിനോട് തേടാറുണ്ടായിരുന്നോ, അള്ളാഹുവിനോട് ചോദിക്കാറുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ രോഗി പറഞ്ഞു, കുൻതു അഖൂൽ, ഞാൻ പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ മാ കുൻത മുആഖിബി ഫിൽ ആഖിറ ഫഅജ്ജിൽഹു ലി ഫിദ് ദുനിയ, പരലോകത്തെ എന്നെ അള്ളാഹു എന്നെ ശിക്ഷിക്കുമെന്നുണ്ടെങ്കിൽ അതെനിക്ക് ദുനിയാവിൽ വെച്ച് എന്നെ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ലാ തുതീഖുഹു, സുബ്ഹാനല്ലാഹ്, നിനക്കതിന് സാധിക്കൂല, നിനക്കത് അള്ളാഹുവിന്റെ ശിക്ഷ ദുനിയാവിലാണെങ്കിലും ചോദിച്ചു വാങ്ങാൻ ചിലപ്പോൾ നല്ല ഉദ്ദേശമായിരിക്കും, പരലോകത്ത് കിട്ടണ്ടല്ലോ, ദുനിയാവിൽ കിട്ടിക്കോട്ടെ വെച്ചിട്ടായിരിക്കും, പക്ഷെ എനിക്കത് താങ്ങാൻ സാധിക്കില്ല. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ എന്നാണ് നീ പറയേണ്ടത്, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ പറയാമായിരുന്നില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. അപ്പോൾ ദുനിയാവിൽ ആഫിയത്ത് ഉണ്ടാവുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഹദീസ് ഉദ്ധരിച്ച റിവായത്ത് കാണാം, ഒരു മനുഷ്യന് നൽകപ്പെടുന്നതിൽ ഏറ്റവും ഹൈറായിട്ടുള്ള കാര്യം ആഫിയത്തും യഖീനുമാണ്. ഈമാനിൽ ദൃഢതയും ശരീരത്തിലും അതുപോലെ എല്ലാ രീതിയിലും ആഫിയത്ത് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അവൻ രാവിലെ എഴുന്നേൽക്കുന്നത് ശരീരത്തിൽ ആരോഗ്യത്തോടു കൂടി, ഒന്ന് നിർഭയത്വമുണ്ട്, അവന് ശത്രുവിനെ ഭയപ്പെടേണ്ടതില്ലാത്ത അവസ്ഥയിൽ നിർഭയത്വത്തോടുകൂടി എഴുന്നേൽക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തേത് ആഫിയത്തുണ്ട്, അവന് ആരോഗ്യമുണ്ട്, രോഗം മറ്റൊന്നുമില്ല. മൂന്നാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻദഹു തുആമു യൗമിഹി, അവൻ ആ ദിവസം കഴിക്കാനുള്ള ഭക്ഷണവുമുണ്ട്. അന്ന് അവൻ രാവിലെ എഴുന്നേറ്റിട്ടുള്ള ദിവസത്തിൽ അവൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം,
അതൊരാൾക്ക് ഒരു ദിവസം ജീവൻ നിലനിർത്താൻ എത്ര ഭക്ഷണം വേണം? വളരെ കുറച്ച് മതി. നമ്മൾ ഭക്ഷിക്കുന്നതൊക്കെ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ടല്ല, നമ്മൾ നമ്മുടെ രുചി അറിയാനും അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന കൊണ്ടും കഴിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ദിവസം ആവശ്യമായിട്ടുള്ള ഭക്ഷണം വളരെ കുറവാണ്. അപ്പൊ അവനൊരു ദിവസം ആ ദിവസം ഭക്ഷിക്കാനുള്ള ഭക്ഷണവും അവന്റെ അടുക്കലുണ്ട്. ഹലാലായിക്കൊണ്ട് അവന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അവനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ, നിർഭയത്വമുണ്ട്, രോഗമില്ലാത്ത ആരോഗ്യമുണ്ട്, അവൻ ആ ദിവസത്തുള്ള ഭക്ഷണമുണ്ട്, അങ്ങനെയാണ് ഒരാൾ ഇബാദത്തിലാകുന്നത് എങ്കിൽ അവന് ദുനിയാവിൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചേർത്ത് ലഭിച്ചവനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. അവന് ദുനിയാവ് മൊത്തം ലഭിച്ചവനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ 3 കാര്യങ്ങൾ നമുക്കുണ്ട് എങ്കിൽ നമുക്ക് ദുനിയാവിൽ എന്തെങ്കിലും ഇല്ലല്ലോ എന്ന് ആലോചിച്ച് ദുഃഖിക്കുന്നവനാണ് നമ്മളെങ്കിൽ നമ്മൾ എത്ര അറിവില്ലാത്ത ആളുകളായിരിക്കും. ഈ 3 കാര്യങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് എനിക്ക് ഒന്നുമില്ല, എനിക്ക് ദാരിദ്ര്യമാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്, എന്റെ ആഗ്രഹങ്ങൾ നടക്കുന്നില്ല, അങ്ങനെ ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ വലിയ വിഡ്ഢിയാണ്. അപ്പോ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് യഥാർത്ഥത്തിൽ ചിന്തിക്കണം. അപ്പൊ ഒരാളും നാളെ എനിക്ക് എന്തായിരിക്കും എന്റെ ജീവിതം, അല്ലെങ്കിൽ നാളെ എന്താവും എന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് ഭയപ്പെടേണ്ട അവസ്ഥയില്ല. ഇന്ന് അവനുള്ളത് എന്താണോ, അവന് ആവശ്യമായതുകൊണ്ടോ അൽഹംദുലില്ലാഹ്, നാളെ നൽകാൻ അല്ലാഹു ഖാദിറായിട്ടുള്ളവനാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് അവന് ദുനിയാവ് മൊത്തം ലഭിച്ചവന് പോലെയാണ്. അപ്പൊ അന്നന്നത്തെ ഭക്ഷണം ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെയധികം സമ്പത്തുള്ള, ഈ ബാബിന് താഴെ കൊടുക്കാനുള്ള കാരണം, അൽമാലി സ്വാലിഹിൽ മർഇ സ്വാലിഹ് കൊടുക്കാനുള്ള കാരണം അന്നന്നത്തെ ദിവസത്തിന് ആവശ്യമുള്ളത് തന്നെ ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്, വലിയ നിഅമത്തുമാണ്. അടുത്ത ബാബു തീബുൻ നഫ്സ്, നല്ല ഉന്മേഷമുള്ള ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത്. മനസ്സിനും ശരീരത്തിനുമെല്ലാം ഉന്മേഷമുള്ള ഒരു മടുപ്പ് തോന്നുന്ന അലസമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു അവസ്ഥയല്ലാതെ നല്ല ഉന്മേഷവാനായിട്ടുള്ള മനസ്സും ശരീരവും ഒക്കെ ഉണ്ടാവുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ളത്. عن عبد الله بن خبيب الجهني عن أمه أن رسول الله صلى الله عليه وسلم خرج عليهم وعليه أثر غسل. ഒരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബികൾ ഇരിക്കുന്നുണ്ട്. ആ സഹാബികളുടെ അടുക്കിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുളി കഴിഞ്ഞ് വരുന്നത് പോലെയാണ്. കുളിയുടെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു, വെള്ളമെല്ലാം ഉറ്റുന്നു. വഹുവ ത്വയ്യിബുൻ നഫ്സ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഉന്മേഷവാനായിട്ടുള്ള നല്ലൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ, നല്ല ഉന്മേഷവാനായിട്ടുള്ള സന്തോഷം നിറഞ്ഞിട്ടുള്ള സമാധാനമുള്ള റാഹത്തായിട്ടുള്ള അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. فظننا أنه ألم بأهله, സഹാബികൾ പറയാണ്, ഞങ്ങൾ വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യമാരുമായി ആരെങ്കിലും ഭാര്യയുമായിട്ട് ശാരീരികമായ ബന്ധത്തിന് ശേഷം കുളി കഴിഞ്ഞ് വരികയാണ്, അതുകൊണ്ടാണ് റാഹത്തിൽ സമാധാനത്തിൽ സന്തോഷത്തിൽ നല്ല അവസ്ഥയിൽ വരുന്നതെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഫഖുൽന, അപ്പൊ ഞങ്ങൾ റസൂലുള്ളാഹി വന്നപ്പോൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നറാക തയ്യിബൻ നഫ്സ്, റസൂലേ നിങ്ങൾ നല്ല ഉന്മേഷവാനായിട്ട് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ, നമുക്ക് തോന്നുന്നല്ലോ നല്ല ഉഷാറായിട്ട് നല്ല ഉന്മേഷവാനായിട്ടാണല്ലോ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജൽ വൽഹംദുലില്ലാഹ്, അതെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അല്ലാഹുവിനെ സ്തുതി, അത് നല്ല അവസ്ഥയിലാണ്. ثم ذكر الغنى, പിന്നെ അവിടെ സംസാരിക്കുന്ന വിഷയത്തിൽ ഗിനയെ പറ്റി, ഗിന എന്ന് പറഞ്ഞാൽ ഐശ്വര്യം സമ്പത്ത് ഉള്ള അവസ്ഥ, നല്ല അവസ്ഥയെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലാ ബഅസ ബിൽ ഗിന ലിമൻ ഇത്തഖ, ആരാണോ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത് അവന് ഐശ്വര്യം ഉണ്ടാവുക, അവന് സമ്പത്ത് ഉണ്ടാവുക, അവൻ ഗനിയാവുക എന്നുള്ളത് അവനൊരു കുഴപ്പമുണ്ടാക്കുന്നില്ല. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന് ലഭിച്ച സമ്പത്തിൽ അള്ളാഹുവിന് വീട്ടേണ്ട ബാധ്യത വീട്ടുന്നവനും, അതുപോലെ സൃഷ്ടികളുടെ മേലെ അവന്റെ മാതാപിതാക്കൾ, അവന്റെ ഭാര്യ, മക്കൾ, അങ്ങനെയുള്ള ആളുകളുടെ മേലെ, സൃഷ്ടികളുടെ മേലെയുള്ള ബാധ്യതകളും വീട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് എന്നുള്ളത് അവന് ഗനിയാവുക, ഐശ്വര്യവാനാവുക എന്നുള്ളത് അവനൊരു കുഴപ്പമില്ല. എന്നിട്ട് പറഞ്ഞു, വസിഹ്ഹതു ലിമൻ ഇത്തഖ ഖൈറുൻ മിനൽ ഗിന, ഒരാൾക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരാൾക്ക് സമ്പത്ത് ഉണ്ടാകുന്നതിനേക്കാൾ ഖൈർ എന്താണ്? അവന് നല്ല ആരോഗ്യം ഉണ്ടാവുക എന്നുള്ളതാണ്.
സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളതിനേക്കാൾ ഖൈർ എന്താണ്? ആരോഗ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. വത്വീബുൻ നഫ്സി മിനൻ നിഅം, നല്ല ഉന്മേഷമുള്ള ഒരു അവസ്ഥ, മനസ്സും ശരീരവും ഉന്മേഷവാനായിട്ടുള്ള ഒരു മനസ്സും ശരീരവും ഉണ്ടാവുക എന്നുള്ളത് അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് നല്ല ഉന്മേഷവാനായി നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് നിഅമത്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്തിനെ പറ്റി പറഞ്ഞത് നമ്മുടെ ബാബതാണ്. സമ്പത്തിനെ പറ്റി പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരാളാണ് എങ്കിൽ അവന് സമ്പത്തുണ്ടാവുക എന്നുള്ളത് ഒരു ദോഷമുള്ള കാര്യമല്ല, അവന് നല്ലൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവന് ഒരുപാട് നന്മകൾ അതിലൂടെ നേടിയെടുക്കാൻ പറ്റും. ദുനിയാവിലും പരലോകത്തും അവന് ധാരാളം നന്മകൾ നേടിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം പറഞ്ഞു, എന്നാൽ ആരോഗ്യമുണ്ടാവുക എന്നുള്ളത് ആരോഗ്യമുണ്ടാവുക, ഈ സമ്പത്ത് തീരെ ഇല്ലാതിരിക്കുക, ദരിദ്രന്മാരാവുക എന്നുള്ളതൊന്നും ഇസ്ലാമിന്റെ ലക്ഷ്യത്തിൽപ്പെട്ട കാര്യമല്ല. മുൻഗാമികൾ വളരെ ശ്രദ്ധയോടുകൂടി ആ കാര്യത്തെ പറ്റി പറഞ്ഞ വാക്കുകൾ കാണാൻ സാധിക്കും. ഒരിക്കൽ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കുറച്ച് സമ്പത്ത് കാണാതായി. അദ്ദേഹത്തിന്റെ കുറച്ച് പണമോ മറ്റോ സമ്പത്ത് കുറച്ച് കാണാതായി. അപ്പൊ അദ്ദേഹം അത് തിരയുന്ന അവസ്ഥയിൽ അത് അന്വേഷിക്കുന്ന രീതിയിലുണ്ടായി. അങ്ങനെ അദ്ദേഹം അത് കിട്ടിയപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ലൗലാ ഹാദിഹി ദനാനീറു ലതമന്ദല ബിനാ ഹൗലാഇൽ മുലൂക്, ഈ സമ്പത്ത്, ഈ ദീനാറുകൾ നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ രാജാക്കന്മാരൊക്കെ നമ്മളെ വെറും കർച്ചീഫുകളാക്കുമായിരുന്നു, അഥവാ വെറും മിന്തീനുകളായി നമ്മളെ കാണുമായിരുന്നു, അത്രയും വില കുറഞ്ഞ് കാണുമായിരുന്നു എന്ന്. അപ്പോ കുഫാറുകൾ അവർ സമ്പത്ത് കൊണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് മുന്നിടുമ്പോൾ അപ്പോൾ മുസ്ലിമിന് സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും മോശമുള്ള കാര്യമല്ല, നല്ല കാര്യമാണ്. പക്ഷേ അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരാളായിരിക്കണം, ആ സമ്പത്തിനോട് ഖൽബിൽ തഅല്ലുഖില്ലാത്ത അവസ്ഥയുമായിരിക്കണം. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമ്പത്ത് ഒരു തഖ്വയുള്ളവനുള്ളതിനേക്കാൾ ഖൈറവൻ എന്താണ്? ആരോഗ്യം ഉണ്ടാവില്ല. അതായത് സമ്പത്തുണ്ടായിട്ട് ആരോഗ്യമില്ലാത്ത അവസ്ഥയാണോ, സമ്പത്തില്ലാതെ ആരോഗ്യമുള്ള അവസ്ഥയാണോ നല്ലത്? സമ്പത്തില്ലാതെ ആരോഗ്യമുള്ള അവസ്ഥയാണ്. നമ്മൾ സമ്പത്തിനാണോ ആരോഗ്യത്തിനാണോ ഏറ്റവും ഇഷ്ടം ഉണ്ടാവും മനുഷ്യന്? ആരോഗ്യത്തിനോടാണ്. അതുകൊണ്ടാണ് ആരോഗ്യം കിട്ടാൻ വേണ്ടി എത്ര സമ്പത്തും ചെലവഴിക്കുന്നത്. ഇപ്പോൾ ലക്ഷങ്ങൾ ചെലവഴിക്കും. ഒരാൾക്കൊരു രോഗം വന്നു, അത് ചികിത്സിച്ച് നേരാക്കാൻ പണമുള്ള ഒരാളാണ് എങ്കിൽ അവൻ അവന്റെ സമ്പത്ത് മുഴുവൻ ചെലവഴിക്കും. അവന് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട വീടും പറമ്പും വിറ്റുവരെ അവൻ ചികിത്സിക്കും. കാരണം അതിനേക്കാൾ വലുതായിരിക്കും അവനെന്ത്? ആരോഗ്യം എന്നുള്ളത്. അൽ മനാവി റഹിമഹുല്ലാഹ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട്, അഥവാ തഖ്വയുള്ളവന് ആരോഗ്യമാണ് സമ്പത്തിനേക്കാൾ ഖൈറായത് എന്നുള്ളത് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു, ഫഇന്ന സിഹ്ഹത്തൽ ബദൻ ഔനുൻ അലൽ ഇബാദ, ഒരാൾക്ക് ശാരീരികമായ ആരോഗ്യം ഉണ്ടാവുക എന്നുള്ളത് ഇബാദത്തിന് സഹായകമാകുന്ന കാര്യമാണ്. നമുക്കറിയാം, രോഗം വന്നാൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിയാം. നമുക്ക് നിസ്കരിക്കാനോ അല്ലെങ്കിൽ അല്ലാഹുവിനെ ദിക്ർ ചെയ്യാനോ ഖുർആൻ പാരായണം ചെയ്യാനോ ഒന്നിനോടും നമുക്ക് ശരിക്കും സാധിക്കാത്ത അവസ്ഥയുണ്ടാവും. അപ്പൊ ആരോഗ്യമുള്ളത് ഇബാദത്തിന് സഹായകമുള്ള കാര്യമാണ്. ഫസിഹ്ഹതു മാലുൻ മംദൂദുൻ, ആരോഗ്യം എന്നുള്ളത് നിലനിൽക്കുന്ന ഒരു സമ്പത്താണ്, അഥവാ അതാണ് യഥാർത്ഥ സമ്പത്ത്. ചില ചൊല്ലുകൾ തന്നെ ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത്. വസ്സഖീമു ആജിസുൻ, രോഗം എന്നുള്ളത്, രോഗി എന്നുള്ളത് അവൻ ദുർബലനായിരിക്കും, അവൻ ക്ഷീണിതനായിരിക്കും. വൽ ഉംറു അല്ലദീ അഅതാ ബിഹി യുഖവ്വിമുൽ ഇബാദ വസ്സിഹ്ഹതു മഅൽ ഫഖർ ഖൈറു മിനൽ ഗിനാ മഅൽ അജ്സ്, ദാരിദ്ര്യത്തിനോടൊപ്പം ആരോഗ്യം ഉണ്ടാവലാണ് സമ്പത്തിനോടൊപ്പം ദുർബലത ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത്. അതായത് ഒരാൾക്ക് മുഴുവൻ രോഗങ്ങളാണ്, കുറേ സമ്പത്തുണ്ട്, അതാണ് നല്ലത്? അല്ല. എന്താണ് അതിനേക്കാൾ നല്ലത്? എന്താണ്? കുറച്ചൊക്കെ ദാരിദ്ര്യമാണ്, പക്ഷെ നല്ല ആരോഗ്യമുണ്ട്, അതാണ്. എന്നിട്ട് പറഞ്ഞു, വൽ ആജിസു കൽ മയ്യിത്ത്, രോഗം കാരണം ദുർബലനായിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ അവൻ മയ്യിത്തിനെ പോലെയാണ്. അപ്പൊ ആലോചിച്ച് നോക്കി, സമ്പത്തും ആരോഗ്യമുള്ള ഒരാളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി, എത്ര മഹത്തരായിരിക്കും. ഒരാൾക്ക് ആരോഗ്യമുണ്ട്, അയാൾക്ക് സമ്പത്തും ഉണ്ടെങ്കിലോ അയാൾ വളരെ നല്ല അവസ്ഥയിലായിരിക്കും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളാണെങ്കിൽ. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് സമ്പത്തും ഹൈറാണ്, അതിനേക്കാൾ ഹൈറാണ് അവന് ആരോഗ്യം ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ ഈ ഹദീസിന്റെ അവസാനത്തിൽ പറഞ്ഞതുപോലെ ത്വയ്യിബുൻ നഫ്സ്, നല്ല ഉന്മേഷവാനായിട്ടുള്ള അവസ്ഥ, അഥവാ ഇൻശിറാഹു സദ്ർ, വിശാലമായ ഹൃദയവും അതുപോലെ അള്ളാഹുവിന് നന്ദി കാണിക്കാൻ കഴിയുന്ന അവസ്ഥയിലും അതുപോലെ എല്ലാ രീതിയിലും ഒരു ഉന്മേഷവും എല്ലാത്തിനും ഒരു നല്ല അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന മഹത്തായ നിഅമത്തിൽപ്പെട്ട കാര്യമാണ്. عن أنس رضي الله عنه قال
അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സന الناس وأجود الناس നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഔദാര്യങ്ങൾ ചൊരിയുന്ന വ്യക്തിയായിരുന്നു. വഅശ്ജഅ الناس ജനങ്ങളിൽ ഏറ്റവും ധീരനുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ധീരനായിട്ടുള്ള വ്യക്തിയായിരുന്നു. എന്നിട്ട് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധീരതയെ അറിയിക്കുന്ന ഒരു കാര്യം പറയാണ്. വലഖദ് ഫസിഅ അഹ്ലുൽ മദീന ذات ലൈലത ഒരു ദിവസം രാത്രിയിൽ മദീനയിലെ ആളുകൾ വല്ലാതെ ഭയപ്പെട്ടു. എന്തുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ മദീനയുടെ ഒരു ഭാഗത്ത് നിന്ന് ഒരു വലിയ ശബ്ദം കേട്ടു. അപ്പോൾ മദീനക്കാര് ഭയപ്പെട്ടു. ശത്രുക്കൾ എങ്ങാനും വരികയാണോ, യുദ്ധവും ഒക്കെ നടക്കുന്ന കാലാണ്, ശത്രുക്കൾ ആക്രമിക്കുകയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമാണോ എന്നുള്ള നിലക്ക് മദീനക്കാരാകെ പേടിച്ചു. അങ്ങനെ ജനങ്ങളൊക്കെ ആ ശബ്ദം ഏത് ഭാഗത്തു നിന്നാണോ കേട്ടത് അങ്ങോട്ടേക്ക് പെട്ടെന്ന് ധൃതിയിൽ അവര് അങ്ങോട്ടേക്ക് മുന്നിട്ടു. അങ്ങനെ അവർ പോകുന്ന സന്ദർഭത്തിലാണ് ജനങ്ങൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിപ്പോകുമ്പോണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശബ്ദമുണ്ടായ ഭാഗത്ത് നിന്ന് തിരിച്ചു വരുന്നു. ജനങ്ങൾ ശബ്ദം കേട്ടിട്ട് അങ്ങോട്ട് ഓടിപ്പോകുന്നുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിച്ചു വരുന്നുണ്ട്. വഹു യഖൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകളോട്, ലൻ തുറാഉ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാണ് വഹു അലാ ഫർസിൻ ലി അബീ ത്വൽഹത ഉദീൻ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കുതിരപ്പുറത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. ആ കുതിരപ്പുറത്ത് ഉരീൻ എന്ന് പറഞ്ഞാൽ മാ അലൈഹി സർജുൻ. സാധാരണ കുതിരപ്പുറത്ത് കയറി യാത്ര പോകുമ്പോൾ എന്തുണ്ടാവും, ആ യാത്രക്ക് ഇരിക്കാൻ വേണ്ടി ഒരു സാധനം വെക്കുമല്ലോ, കുതിരയുടെ മേലെ ഒരു സാധനം വെക്കുമല്ലോ, അതിനാണ് സർജ് എന്ന് പറയുന്നത്, പാഡിൽ നിന്ന് ഇംഗ്ലീഷിൽ പറയും. ആ കാര്യം ഇല്ലാത്തൊരു കുതിര, കാരണം യാത്രക്ക് ഒരുങ്ങി പോകുമ്പോൾ യാത്രാ സുഖത്തിനും കുതിരപ്പുറത്ത് ശരിക്കും ഇരിക്കാനും യാത്ര ചെയ്യാനൊക്കെ അത് ഉണ്ടെങ്കിലാണ് ശരിക്കും സാധിക്കുക. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു കുതിരപ്പുറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തിരിച്ചു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലായിക്കൊണ്ട് വാളുമുണ്ട്. വാളും കഴുത്തിന് ചുറ്റുമായിട്ട് കെട്ടിവെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുതിരപ്പുറത്തിരിക്കുന്നത്. ഫഖാല എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് വജദ്തുഹു ബഹ്റൻ ഔ ഇന്നഹു ലബഹ്റുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ കുതിര ഒരു കടൽ പോലെയായിരുന്നു എന്ന് പറഞ്ഞു. അതായത് വളരെ വേഗത്തിൽ തന്നെ മുന്നിട്ടുകൊണ്ടാണ് നിങ്ങളെക്കാൾ മുന്നിൽ ഞാൻ എത്തിയത്. കടൽ പോലെ എന്ന് പറഞ്ഞത് വളരെ വേഗത്തിൽ ഓടുന്നുണ്ടായിരുന്നു എന്ന് പറയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിക്ക് ആ മദീനയിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ള സഹാബികൾ അവരൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഒറ്റയ്ക്ക് തന്നെ ഒരു ശബ്ദം കേട്ടൊരു സ്ഥലത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ആദ്യം എത്തിയിട്ടുണ്ട്. ആ കുതിര ശരിക്ക് യാത്ര ചെയ്യാൻ സൗകര്യമുള്ള ഒരു നിലക്കോ അതിനാവശ്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല. കിട്ടിയ ആ കുതിരയുടെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറുകയും അത് വളരെ വേഗത്തിൽ തന്നെ പോവുകയും എന്താണ് ആ ശബ്ദം കേൾക്കാൻ കാരണമായത് എന്ന സ്ഥലത്തേക്ക് പോയി നോക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ധീരതയുള്ള ആളായിരുന്നു. യുദ്ധ സന്ദർഭത്തിലെല്ലാം കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തിന്റെ മുന്നിൽ നിൽക്കാൻ ധൈര്യം കാണിച്ചിരുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷണം നൽകുമായിരുന്നെങ്കിലും യുദ്ധത്തിന് മുന്നിൽ നിൽക്കാൻ ധീരതയുള്ള വളരെയധികം ചങ്കൂറ്റവും ധൈര്യവുമുള്ള ശുജാഅത്തുള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി എന്നുള്ളത് അതിനെ അറിയിക്കുന്ന ഒരു കാര്യമാണ്. عن جابر رضي الله عنه قال قال رسول الله صلى الله عليه وسلم كل معروف صدقة. عن جابر رضي الله عنه قال قال رسول الله صلى الله عليه وسلم كل معروف صدقة وإن من المعروف أن تلقى أخاك بوجه طلق وأن تفرغ من دلوك في إناء أخيك. കുല്ലു മഅറൂഫിൻ സദഖത്തുൻ. എല്ലാവിധ നന്മയായിട്ട് അറിയുന്ന ഏതൊരു കാര്യവും സദഖയാണ്. നന്മ എന്ന പേരിൽ അറിയുന്ന ആളുകൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മഅറൂഫ് എന്ന് പറയുന്നത്, നന്മയായിട്ടുള്ള കാര്യങ്ങൾ. അത് ഏത് കാര്യമാണെങ്കിലും അത് സദഖയാണ്, അതൊരു ദാനധർമ്മമാണെന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽപ്പെട്ട രണ്ട് കാര്യങ്ങളെ പ്രത്യേകം എടുത്തു പറയുകയാണ്. വഇന്ന മിനൽ മഅറൂഫി അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖിൻ.
നീ നിന്റെ സഹോദരനെ നല്ല പ്രസന്നതയോടുകൂടി, പുഞ്ചിരിയോടുകൂടി, സന്തോഷമുള്ള ഒരു മുഖത്തോടുകൂടി കണ്ടുമുട്ടുക എന്നുള്ളത് മഅറൂഫായിട്ടുള്ള നന്മയായിട്ടുള്ള കാര്യമാണ്, സ്വതക്കയായിട്ടുള്ള കാര്യമാണ്. നമ്മൾ മുസ്ലിമീങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ നിഅമത്ത് ആലോചിച്ച് നോക്ക്. നമ്മളൊരു മുസ്ലിം സഹോദരനെ കാണുമ്പോൾ ആ മുസ്ലിം സഹോദരനെ വളരെ പ്രസന്നതയോടുകൂടി അവന്റെ മുഖത്തേക്ക് നോക്കുക, പുഞ്ചിരിക്കുക, അവനോട് സംസാരിക്കുക, മറ്റൊരു മുസ്ലിമിന്റെ കൽബിൽ സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളത് ഇബാദത്താണ്. ഒരു മുസ്ലിമിന്റെ കൽബിൽ സന്തോഷം ഉണ്ടാക്കുക, അവന് സന്തോഷമുള്ള കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ അവനെ സന്തോഷിപ്പിക്കുകയോ ചെയ്യുക എന്നുള്ള ഇബാദത്താണ്. അപ്പൊ മുസ്ലിം ആയ ഒരു സഹോദരനെ നോക്കി ചിരിക്കുന്നത് സ്വതക്കയാണ്, മഅറൂഫാണ്, നന്മയാണ്, അത് സ്വതക്കയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ നിന്റെ സഹോദരന്റെ ഒരു പാത്രത്തിലേക്ക് നിന്റെ കയ്യിലുള്ള വെള്ളത്തിൽ നിന്ന് എന്തെങ്കിലും നീ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതും നന്മയായിട്ടുള്ള കാര്യമാണ്, സ്വതക്കയാണ്. അഥവാ എന്തെങ്കിലും പാനീയങ്ങളോ അല്ലെങ്കിൽ എന്തൊരു കാര്യമാവട്ടെ നമ്മൾ നമ്മുടെ സഹോദരന് വേണ്ടി നൽകുക, അല്ലെങ്കിൽ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും അതെല്ലാം എന്താണ്, നന്മയിൽപ്പെട്ടിട്ടുള്ള, സ്വതക്കയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അപ്പോ ഏതൊരു കാര്യത്തിലും മറ്റുള്ളവർക്ക് സഹായമാകുന്ന കാര്യത്തിൽ, ഇവിടെ വെള്ളത്തിന്റെ കാര്യം പ്രത്യേകം പറയാനുള്ള കാരണം പണ്ഡിതന്മാർ പറയുന്നത് അവൻ വെള്ളത്തിലേക്ക് ആവശ്യക്കാരനായിരിക്കാം. ഒരാൾക്ക് നമ്മുടെ സഹോദരന് വെള്ളം ആവശ്യമാണ്, ആ സമയത്ത് നമ്മുടെ കയ്യിൽ വെള്ളമുണ്ട്, അത് ഒഴിച്ചു കൊടുത്തു എന്നതിന്റെ പേരിലായിരിക്കാം പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും എത്ര ചെറിയൊരു കാര്യമാണെങ്കിലും അതെല്ലാം നന്മയാണ് എന്ന് മനസ്സിലാക്കാം. അടുത്ത ബാബ് അൽ-അദ്ബുൽ മുഫ്രദിലുള്ളത് ബാബു മാ യജിബു മിൻ ഔനിൽ മൽഹൂഫ്, മാനസികമായി ഞെരുക്കം അനുഭവിക്കുന്ന, ടെൻഷൻ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളെ സഹായിക്കൽ നിർബന്ധമാണ് എന്നുമായി ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷെ സഹീഹിൽ അതിലൊരു ഹദീസും കാണാനില്ല, അല്ലെങ്കിൽ ഇത് കൊടുത്തിട്ടുള്ള ഹദീസ് മുമ്പ് വായിച്ചതാണ് എന്ന നിലക്ക് പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല. ബാബു മൻ ദഅ അല്ലാഹ അൻ യുഹസ്സിന ഖുലുഖഹു, അള്ളാഹുവിനോട് സ്വഭാവം നന്നാക്കാൻ വേണ്ടി, നമ്മുടെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ. നമ്മൾ സൽസ്വഭാവവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കഴിഞ്ഞ 2 ദർസുകളിലായിട്ട് ധാരാളം വായിച്ചിട്ടുണ്ട്. അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ മഹത്വം, അതിന്റെ പ്രാധാന്യം എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സ്വഭാവം നമ്മൾ അതിനോടൊപ്പം പറഞ്ഞു, അത് അള്ളാഹു നന്നാക്കി തരേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിനല്ലാതെ എന്ത് സാധിക്കില്ല, സ്വഭാവം നന്നാക്കാൻ സാധിക്കില്ല. കാരണം അള്ളാഹു നമ്മുടെ റിസ്ക് വീതിച്ചതുപോലെ, നമ്മുടെ ആയുസ് തീരുമാനിച്ചതുപോലെ നമുക്ക് വീതിച്ച് നൽകുന്ന ഒരു കാര്യമാണ് എന്ത്, നമ്മുടെ സ്വഭാവം എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിനോട് അത് തേടുക എന്നുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ബാബ് പേര് കൊടുത്തിട്ടുള്ളത്. ഇതിലെ ഹദീസ് അൻ യസീദ് ഇബ്നു ബാബനൂസ് റളിയല്ലാഹു റഹിമഹുല്ലാഹ് ഖാല ദഖൽനാ അലാ ആയിഷത, താബിഈയായിട്ടുള്ള യസീദ് ഇബ്നു ബാബനൂസ് എന്ന വ്യക്തി പറയുകയാണ്, ഞങ്ങൾ ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെന്നു. ഫഖുൽനാ, എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു, യാ ഉമ്മൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാവേ, മാ കാന ഖുലുഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് ചോദിക്കാം. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ധാരാളം 30-40 വർഷം അതിനേക്കാൾ കൂടുതൽ ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ പല താബിഈങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് അറിയാനും അതുപോലെ മറ്റു പല കാര്യങ്ങൾക്കുമായിട്ട് നമ്മുടെ ഉമ്മയായിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പോയി ചോദിക്കാറുണ്ട്, പല ദീനിയായിട്ടുള്ള ദീനി മസ്അലകളുമെല്ലാം. അപ്പോ ഈ കുറച്ച് ആളുകൾ വന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് ചോദിച്ചു. എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് മനസ്സിലാക്കുക? അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു, കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് പറഞ്ഞു. ഖുർആനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉലമാക്കൾ പറഞ്ഞു, കാന ഖുലുഖുഹു ജമീഉ മാ ഫുസ്സില ഫിൽ ഖുർആൻ മിൻ മകാരിമിൽ അഖ്ലാഖ്, ഖുർആനിൽ എന്തെല്ലാം സ്വഭാവങ്ങൾ, നല്ല സ്വഭാവങ്ങൾ എന്ന നിലയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അതുപോലെ ആ നിലയ്ക്ക് പറഞ്ഞിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഖുർആൻ എടുത്തു നോക്കിയാൽ ആ ഖുർആനിൽ തന്നെ നല്ല സ്വഭാവങ്ങളുടെ ധാരാളം കാര്യങ്ങൾ അല്ലാഹു തആല പറയുന്നുണ്ട്. സൂറത്തുൽ അറാഫിലെ 199-ാമത്തെ ആയത്ത് സ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മഹത്തരമായിട്ടുള്ള ആയത്താണ്. അതിൽ അല്ലാഹു പറയുന്നത് ഖുദിൽ അഫ്വ, ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. അതുപോലെ സൂറത്തുൽ നഹ്ലിലെ 90-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹു നീതി കാണിക്കണമെന്നും അതുപോലെ തന്നെ നന്മ ചെയ്യണമെന്നും അല്ലാഹു കൽപ്പിക്കുന്നു എന്നുള്ളത്.
അതുപോലെ സൂറത്തുൽ ലുഖ്മാനിലെ 17-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു വസ്ബിർ അലാ മാ അസാബക, നിനക്ക് ബാധിക്കുന്ന മുസീബത്തുകൾ നീ ക്ഷമിക്കുക, അത് സൽസ്വഭാവമാണ്. അതുപോലെ തന്നെ സൂറത്തുൽ മാഇദയിലെ 13-ാമത്തെ ആയത്തിൽ വഅഫു അൻഹും വസ്ഫഹ്, നിന്നോട് ഇങ്ങോട്ട് ഉപദ്രവം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകൾ അവർക്ക് പുറത്തു കൊടുത്ത് അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. സൂറത്ത് ആലി ഇമ്രാനിലെ 134-ാമത്തെ ആയത്തിൽ കാണാം വൽകാദിമീനൽ ഗൈബ വൽ ആഫീന അനിന്നാസ്, മുഹ്സിനീങ്ങളുടെ സ്വഭാവം പറയുന്നിടത്ത് കോപത്തെ വിഴുങ്ങുന്നവരാണവർ. കോപം വരുമ്പോ അത് പിടിച്ചു വെക്കാന്നല്ല, കാഫമീൻ എന്ന് പറഞ്ഞാൽ അതങ്ങനെ വിഴുങ്ങുന്നവരാകുന്ന, അങ്ങനെ പിടിച്ചു നിൽക്കുന്ന. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. സൂറത്തുൽ ഹുജറാത്തിലെ 12-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബൂ കസീറൻ മിനദ്ദൻ, നിങ്ങൾ മുഅ്മിനീങ്ങളെ നിങ്ങൾ ഊഹത്തിൽ നിന്ന് ഊഹം നിങ്ങൾ ഒഴിവാക്കണം എന്നുമായി ബന്ധപ്പെട്ട്. അപ്പോ നല്ല സ്വഭാവങ്ങൾക്കുള്ള കൽപ്പനയും മോശം സ്വഭാവങ്ങളെ ഒഴിവാക്കണം എന്നുള്ളതും ഖുർആനിൽ ധാരാളം സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ സ്വഭാവം കൊണ്ട് നടന്നിരുന്ന, അത് ജീവിതത്തിൽ പകർത്തിയിരുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി എന്താണ് ഈ ബാബിൽ ഈ ഹദീസ് കൊടുക്കാനുള്ള കാരണം? ബാബിന്റെ പേരെന്താ നമ്മൾ പറഞ്ഞത്? സൽസ്വഭാവത്തിന് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഈ ഹദീസാണ് കൊടുത്തിട്ടുള്ളത്. അത് പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് പറയാനുള്ള കാരണം, ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം നന്നാക്കാൻ വേണ്ടി ദുആ ചെയ്യാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുലുഖി, എന്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ എന്റെ സ്വഭാവം അല്ലാഹുവിനെ നന്നാക്കി തരണമേ. അതുപോലെ ഇസ്തിഫ്താഹിന്റെ ദുആയിൽ വജ്ഹതു വജ്ഹി അല്ലദി എന്ന ദുആന്റെ അവസാനത്തിൽ അല്ലാഹുമ്മ വജ്ഹതു വജ്ഹി അല്ലദി എന്ന അവസാനത്തിൽ എന്തായിരുന്നു അതിന്റെ തുടക്കം? അതിന്റെ അവസാനത്തിലുള്ള ദുആന്റെ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്, ആർക്കും അറിയില്ല. اللهم اهدني لأحسن الأخلاق ولا يهدني لأحسنها إلا أنت واصرف عني سيئها ولا يصرف عني سيئها إلا أنت. വജ്ഹതു വജ്ഹിയിൽ നമുക്ക് പകുതി അറിയുള്ളൂ, അതിന്റെ ബാക്കി കൂടിയുണ്ട്. ആ ബാക്കിയിൽ വരുന്ന അവസാനത്തെ ഭാഗത്തുള്ളതാണ് അല്ലാഹുമ്മ ഇഹ്ദിനി ലിഅഹ്സനിൽ അഖ്ലാഖ്, അല്ലാഹു ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് നീ എനിക്ക് വഴി കാണിക്കണമേ. വലാ യഹ്ദിനി ലിഅഹ്സനിഹ ഇല്ലാ അൻത, എന്തൊരു മിസ്റ്റേക്കിന്റെ വാല്യുണ്ട്. വലാ യഹ്ദിനി ലിഅഹ്സനിഹ ഇല്ലാ അൻത, അതിൽ നല്ല സ്വഭാവത്തിലേക്ക് നീ അല്ലാതെ വേറെ ഒരാളും നയിക്കുകയില്ല. വസ്രിഫ് അന്നി സയ്യിഹ വലാ യസ്രിഫ് അന്നി സയ്യിഹ ഇല്ലാ അൻത, മോശപ്പെട്ട സ്വഭാവത്തിൽ നിന്ന് നീ എന്നെ തെറ്റിക്കണമേ, നീ അല്ലാതെ ആ മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്ന് തെറ്റിക്കുന്നവനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്. അപ്പൊ സൽസ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്. ആ ദുആ ഉത്തരം ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനാക്കി മാറ്റിയത്. അതുകൊണ്ട് ആ സ്വഭാവം ലഭിക്കാൻ ദുആ ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത്. മറ്റൊന്ന് കാരണം പണ്ഡിതന്മാർ പറയുന്നത്, ഒരു മുസ്ലിം ഖുർആനിന്റെ സ്വഭാവം അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള ഈ സ്വഭാവം അത് അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പകർത്താൻ വേണ്ടി പരിശ്രമിക്കേണ്ടവനാണ്. അപ്പോൾ ആ പരിശ്രമിക്കുന്നവന് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട കാര്യം എന്താണ്? അള്ളാഹുവിനോടത് തേടുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് തേടുമ്പോഴാണ് ആ സ്വഭാവം ലഭിക്കുകയുള്ളൂ. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാ ഈ ബാബിന് ഈ തലക്കെട്ട് കൊടുക്കുകയും അതിന് താഴെ ഈ ഹദീസ് കൊടുക്കാനുള്ള കാരണവും എന്ന് ഉലമാക്കൾ അതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നു. അടുത്ത ബാബ്, ബാബു ലൈസൽ മുഅ്മിനു ബിത്ത്അൻ, ഒരു മുഅ്മിൻ ചീത്ത വാക്കുകൾ പറയുന്ന, ആക്ഷേപിക്കുന്ന, അതുപോലെയുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നവനാവുകയില്ല എന്നതാണ്. അൻ സാലിം ഇബ്നു അബ്ദില്ലാഹ് ഖാല മാ സമിഅതു അബ്ദുല്ലാഹ് ലാഇനൻ അഹദൻ ഖത്തു ലൈസ ഇൻസാനൻ. സാലിം ഇബ്നു അബ്ദില്ലാഹ്, ഇവിടെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ദേശിക്കുന്നത് അവിടുത്തെ മകനായിരിക്കണം സാലിം. അത് തന്നെ ആയിരിക്കും റിവായത്ത്, അല്ലാഹു അഅലം. വേറെ എന്തെങ്കിലും മാറ്റമുണ്ടോ? അപ്പൊ അദ്ദേഹം പറയാണ് മാ സമിഅതു അബ്ദുല്ലാഹ് ലാഇനൻ അഹദൻ ഖത്തു ലൈസ ഇൻസാനൻ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെയും അധിക്ഷേപിക്കുകയോ ചീത്ത വിളിക്കുകയോ, മനുഷ്യനെ മാത്രമല്ല ഒരു മൃഗത്തെയോ ഒന്നിനെയും തന്നെ ആ നിലയ്ക്ക് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല.
وكان سالم يقول سالم പറയാറുണ്ട് قال عبد الله بن عمر قال رسول الله صلى الله عليه وسلم عبد الله بن عمر رضي الله عنه പറയാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു لا ينبغي للمؤمن أن يكون لعانا ഒരു മുഅ്മിന് യോജിച്ചതല്ല അവൻ ശാപവാക്കുകൾ പറയുന്ന ചീത്ത പറയുന്ന ആളുകളെ ആക്ഷേപിക്കുന്ന അധിക്ഷേപിക്കുന്ന ആ തരത്തിലുള്ള എന്ത് വാക്കുകളാവട്ടെ ആ തരത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന് യോജിച്ചിട്ടുള്ള കാര്യമല്ല, ഒരു മുഅ്മിന് യോജിച്ചിട്ടുള്ള കാര്യമല്ല. പല ആളുകളും എന്ത് പറഞ്ഞാലും, പ്രത്യേകിച്ച് ചില ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും, അവരെന്ത് പറഞ്ഞാലും ഇതുപോലെ സംസാരിക്കാം. ദീനിനായിട്ട് വളരെയധികം അകന്നു നിൽക്കുന്ന ആളുകളെ എങ്ങനെ സ്വഭാവം കാണാം. കുറച്ചൊക്കെ ദീനിനോട് താല്പര്യം കാണിക്കുന്ന ആളുകൾ വരെ ഈ സ്വഭാവത്തിൽ നിന്ന് ഒഴിവായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, അധികം കണ്ടിട്ടുള്ളത്. ദീനോട് വളരെയധികം അകന്നു നിൽക്കുന്ന ആളുകൾ അവരുടെ സ്വഭാവത്തിൽപ്പെട്ടൊരു കാര്യമാണ് എന്ത് പറയുമ്പോഴും മുസ്ലിമീങ്ങളെ പറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി ആക്ഷേപങ്ങൾ പറയുന്ന, അധിക്ഷേപങ്ങൾ പറയുന്ന, ശാപവാക്കുകൾ പറയുന്ന, അവൻ നശിക്കട്ടെ, അവൻ അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ആ നിലക്കുള്ള സംസാരങ്ങൾ ധാരാളമായി സംസാരിക്കുന്ന ആളുകളെ കാണാം. അതൊരു മുഅ്മിനിന്, ഈമാനുള്ള ആൾക്ക് യോജിച്ചിട്ടുള്ള കാര്യമല്ല, അവന് പാടില്ലാത്ത കാര്യമാണ്. അടുത്ത ഹദീസ് عن عائشة رضي الله عنها أن يهود أتوا النبي صلى الله عليه وسلم فقالوا عائشة رضي الله عنها ذكرയാണ് ഒരിക്കൽ കുറച്ച് ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും എന്നുള്ളതിനെ മാറ്റിയിട്ട് അസ്സാമു അലൈക്കും, സാമ് എന്നുള്ള അർത്ഥം അൽ മൗത്ത് എന്നാണ്. അപ്പൊ നിന്റെ മേലെ, നിങ്ങളുടെ മേലെ മരണം ഉണ്ടാവട്ടെ എന്നുള്ള ആശയത്തിൽ പറഞ്ഞു. ഫഖാലത്ത് ആയിഷ, അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ഇത് ഉള്ളിൽ നിന്ന് കേട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞു വഅലൈക്കും വലഅനകുമുല്ലാഹു വഗളിബല്ലാഹു അലൈക്കും, നിങ്ങൾക്കും അതുപോലെ ഉണ്ടാവട്ടെ, അള്ളാഹുവിന്റെ ശാപം നിങ്ങളുടെ മേലെ ഉണ്ടാവട്ടെ, അള്ളാഹുവിന്റെ കോപങ്ങളുടെ മേലെ ഉണ്ടാവട്ടെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. قال അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മഹ്ലൻ യാ ആയിഷ, ആയിഷ ഒന്ന് പതുക്കെ. മഹ്ലൻ എന്ന് പറഞ്ഞാൽ ഇംഹൽ എന്ന് പറഞ്ഞാൽ സ്ലോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. കുറച്ച് മേലെ നല്ല രീതിയിൽ പറഞ്ഞാൽ മതി, ഇങ്ങനൊന്നും പറയണ്ട എന്ന നിലക്ക് പറഞ്ഞു. അലൈക ബിർരിഫ്ഖ്, നിനക്ക് റിഫ്ഖ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. റിഫ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗമ്യത എന്നോ ആ തരത്തിൽ, സൗമ്യത എന്നുള്ളതല്ല, ഒരാളോട് കുറച്ച് മയത്തിലൊക്കെ നിൽക്കുന്നതിനെ റിഫ്ഖ് എന്ന് പറയും. നീ റിഫ്ഖ് ഉണ്ടാവട്ടെ, അലൈക്ക് ബിർരിഫ്ഖ്, നിനക്ക് റിഫ്ഖ് ഉണ്ടാവട്ടെ പറഞ്ഞു. വഇയ്യാക അൽ ഉൻഫ വൽ ഫഹ്ഷ, നീ സൂക്ഷിക്കണം. അൽ ഉൻഫ് എന്ന് പറഞ്ഞാൽ ഷിദ്ദത്ത്, കടുപ്പമുള്ള കാർക്കശ്യമുള്ള രീതിയിലുള്ള സംസാരവും, വൽ ഫഹ്ഷ്, ഫഹ്ഷ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സംസാരത്തിൽ ഒരു പരിധി വിട്ടിട്ടുള്ള ദേഷ്യം കൊണ്ടും അതുപോലെയുള്ള സംസാരം നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഖാലത്ത്, അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു റസൂലിനോട് അവലം തസ്മഅ മാ ഖാലു, റസൂൽ നിങ്ങൾ കേട്ടില്ല അവരെന്താ പറഞ്ഞെന്നുള്ളത്, അവരെന്താ പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടില്ലേ? ഖാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു അവലം തസ്മഇ മാ ഖുൽതു, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? എന്താ വെച്ചാൽ അതിന്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞിട്ടുണ്ട് അവരോട്? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ വഅലൈക്കും എന്ന് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് അതുപോലെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, കാരണം ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസ് ഉദ്ധരിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടില്ല. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ വ്യത്യാസം ചോദിക്കുകയാണ്, പിന്നെ നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് പറയാണ് റദത്തു അലൈഹിം, ഞാൻ അവർക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്, അലൈക്കും എന്ന് ഞാനും മറുപടി പറഞ്ഞിട്ടുണ്ട്. ഫയുസ്തജാബു ലി ഫീഹിം, ഞാൻ അവരോട് പറഞ്ഞതിൽ എനിക്ക് അല്ലാഹു തആല ഉത്തരം ചെയ്യും. വലാ യുസ്തജാബു ലഹും ഫിയ്യ, എനിക്കെതിരെ അവര് പറഞ്ഞതിൽ എന്തുണ്ടാവില്ല, അള്ളാഹു അവരോട് ഉത്തരം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിന്റെ അങ്ങേയറ്റത്തെ ഒരു മാതൃകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജൂതന്മാർ വന്നിട്ട് നമ്മളോട് ഒരാളെന്ന് പറയാം എനിക്ക് മരണം ഉണ്ടാവട്ടെ, എനിക്ക് നാശം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എത്ര ഇതുണ്ടാവും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ട് അലൈക്കും, നിങ്ങൾക്ക് അതുപോലെ തന്നെ എന്ന നിലയ്ക്ക് അവർ നിർത്തി. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ സ്വാഭാവികമായിട്ടും പ്രായം കുറവാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റിയാണ് പറയുന്നത്, ആ ജൂതന്മാരാണ് പറയുന്നത്. അങ്ങനെ കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് പറഞ്ഞു, നിങ്ങൾക്ക് നാശവും അള്ളാഹിന്റെ കോപവും അള്ളാഹിന്റെ വെറുപ്പും ഒക്കെ ഉണ്ടാവട്ടെ എന്നുള്ളത് പറഞ്ഞു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത് റിഫ്ഖ് ഉണ്ടാവട്ടെ, കുറച്ച് മയത്തിൽ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ശത്രുക്കളോടാണ്, ഇങ്ങോട്ട് ശാപവാക്കുകൾ പറയുന്ന ആളുകളോടാണ് എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് നിൽക്കാൻ പറയുന്നത്, കുറച്ച് മയത്തിൽ ഇതൊക്കെ മതി. അപ്പൊ മുസ്ലിങ്ങളോട് എത്ര ഉണ്ടായിരിക്കണം, പരസ്പരം മുസ്ലിമുകൾ തമ്മിൽ എത്ര ഉണ്ടായിരിക്കണം, കുറച്ച് മയത്തിലൊക്കെ പറഞ്ഞാൽ മതി. എന്നിട്ട് പറഞ്ഞു ഞാൻ അവരോട് അവരിങ്ങോട്ട് പറഞ്ഞതുപോലെ ഞാനും പറഞ്ഞിട്ടുണ്ട്.
പിന്നെ വിശ്വാസം പറഞ്ഞത് എന്നോട് അവർ പറഞ്ഞതിൽ അവരുണ്ടാവുന്നില്ല, അവർക്ക് അള്ളാഹു ഉത്തരം ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞതിൽ അള്ളാഹു ഉത്തരം ചെയ്യാൻ പോകുന്നുമുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രാർത്ഥന കേൾക്കാനും അവനെ സഹായിക്കാനും അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകളോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് ജയിക്കുക എന്നുള്ളത്, തോൽപ്പിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ലക്ഷ്യമല്ല. അവന്റെ ലക്ഷ്യം അതല്ല. അവൻ ആളുകളോട് മയത്തോടുകൂടി കൃപയോടുകൂടി പെരുമാറേണ്ടവനാണ്. പറഞ്ഞു ഔൻഫിനെയും ഫഹ്ഷിനെയും, ഔൻഫ് പറഞ്ഞാൽ കാർക്കശ്യം, കടുപ്പത്തിലുള്ള സംസാരത്തെയും അതുപോലെ വാക്കുകളിൽ ഒരു മര്യാദ വിട്ടുകൊണ്ടുള്ള സംസാരങ്ങളെയും നീ സൂക്ഷിക്കണം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്തു. നമ്മളും നമ്മുടെ ഇടപാടുകളിൽ എല്ലാ മേഖലയിലും, കുടുംബത്തില്, ഭാര്യമാരുടെ അടുത്ത്, മക്കളുടെ അടുത്ത്, കച്ചവടത്തില്, കൂട്ടുകാരുടെ ഇടയിൽ എല്ലാം ഇത് ശ്രദ്ധിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അടുത്ത ഹദീസുകൾ നോക്കാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.